നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. വർണ്ണിച്ചിടാ വാക്കുപോരാ യേശുനാഥ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാ വാക്കുപോരാ യേശുനാഥ, നിന്റെ സ്നേഹം. നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം ഉൽപ്പത്തി 15:5 ശ്രദ്ധിച്ചാട്ടെ. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നുപോയത്. ചില പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് തല താഴ്ന്നു പോകുന്നുണ്ട്. അവിടെയാണ് ദൈവം പറഞ്ഞത്, നീ തല പൊക്കുക. ഇവിടെ 15-ാം അധ്യായത്തിൽ യുദ്ധത്തിന് ശേഷം ദൈവമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അവൻ അകത്തിരിക്കുകയാണ്. കർത്താവ് പറയാണ്, നീ പുറത്തു വരിക. ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഏതൊക്കെ നിലയിൽ തകർന്നിരുന്നാലും ആ നിലയിലെല്ലാം പുറത്തു. അകത്തിരിക്കുമ്പോൾ പറയാണ്, നീ പുറത്തു വരിക. തല കുനിഞ്ഞിരിക്കുമ്പോൾ പറയാണ്, തല നിവർത്തുക. എത്ര ഉത്തരവാദിത്വമാണ് നമ്മുടെ ദൈവത്തിന്. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പ്രശ്നത്തിനകത്ത് നമ്മളെ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ കാര്യവും കർത്താവ് നമുക്ക് തരും. എന്തുകൊണ്ട്? നമ്മളൊരു വാഗ്ദത്ത സന്തതിയാണ്. അവരോട് പറയുകയാണ്, നീ പുറത്തു വരിക. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നിന്റെ മനസ്സിനകത്ത് കുറെ നിരാശകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അതുകൊണ്ട് നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങൾ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക, നിന്റെ സന്തതികൾ ഇങ്ങനെയാകും. എന്താണ്? അവൻ്റെ മൈൻഡിനെ മാറ്റുകയാണ്. ഇല്ല 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 എന്നുള്ള ചിന്തയ്ക്കകത്ത് ചില നക്ഷത്രങ്ങൾ, മിന്നുമറയുന്ന നക്ഷത്രങ്ങൾ, ശോഭിക്കുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് അവൻ്റെ മൈൻഡ് മറ്റൊന്നാക്കുകയാണ്. അതെ, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള നിരാശകളെ മാറ്റി അവിടെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നവൻ, നമ്മുടെ അകത്തെ ദുഃഖങ്ങളെ മാറ്റി അവിടെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നവൻ, നമ്മുടെ അകത്തെ തകർച്ചകൾ മാറ്റി അവിടെ വചനം കൊണ്ട് നിറയ്ക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. പുറത്തു കൊണ്ടുവരുന്ന ദൈവം. ഏലിയാവ് ഒരിക്കൽ അകത്തിരിക്കുകയാണ്, അവനോട് പുറത്തു വരുവാൻ കർത്താവ് കൽപ്പിക്കുന്നു. ഇന്ന് ഏതൊക്കെയോ വിഷയത്തിനകത്ത് അകത്ത് ഒതുക്കപ്പെട്ട് നിൽക്കുന്നവരോട് കർത്താവ് പറയുന്നത്, നീ പുറത്തു വരിക. നീ പുതിയ ചിലത് കാണുക. നിന്റെ അകത്തോടെ എപ്പോഴും കയറിയിറങ്ങുന്ന ചിന്താകുലങ്ങളിൽ നീ നിൽക്കാതെ പുതിയത് ചിലത് കാണാൻ കർത്താവ് നിന്നെ വിളിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ വിശേഷമായ എൻകൗണ്ടറുകൾ നിങ്ങൾക്ക് നടക്കാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് പ്രാർത്ഥന തുടരുക. നിങ്ങൾ നിരാശയിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പുറത്തു വരും. ആ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. അതിനി ഒത്തിരി തുടരുകയില്ല. അതിൽ നിന്ന് പുറത്തു വരുവാൻ സമയമായിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമായി സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയും ഈ കുടുംബവും അവർ എവിടെയെങ്കിലും കർത്താവ് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവ് അവർ അകത്തകളങ്ങളിൽ കർത്താവ് ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ അവരെ
പുറത്തു കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അങ്ങ് അങ്ങനെ ചെയ്തതിന് നന്ദി പറയുന്നു പിതാവെ. തല ഉയർത്തുവാൻ തക്കവണ്ണം അവരുടെ തലയെ കർത്താവെ അങ്ങ് കർത്താവെ മഹത്വം കൊണ്ട് നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങ് അവരുടെ പരിചയം തല ഉയർത്തുന്നതിനും മകൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ വചനം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, നിന്റെ വലിയ കരുണ കാണിക്കുന്നതിനായി സ്തോത്രം. ഈ മക്കളെ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് നന്ദി. ഇവർ ചിലയിടത്ത് തകർന്നുപോയി കർത്താവെ, നിരാശയിലായിരിക്കുന്നു കർത്താവെ. അവരെ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, ചില പുതിയത് കാഴ്ചകൾ കാണിക്കുന്നതിനായി സ്തോത്രം. അകത്തുള്ള നിരാശയുടെ കാഴ്ചകൾക്കപ്പുറം വെട്ടിത്തിളകുന്ന ചില നക്ഷത്രങ്ങളുടെ കാഴ്ചകൾ നീ അവർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കുന്നു, അവരെ ഉയർത്തുന്നു. അവർ പുറത്തു വരട്ടെ, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ കരം കൂടെ ഉണ്ട്. സന്തോഷത്തോടെ ആയിരിക്കുക. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.